നമസ്കാരം. ചരിത്രഭൂമികയിലേക്ക് സ്വാഗതം. ഇലോൺ മസ്കിന്റെ മകൻ മൂക്ക് തുടച്ചതിനു പിന്നാലെ വൈറ്റ് ഹൗസിലെ മേശ മാറ്റി സ്ഥാപിച്ച് ട്രംപ്. 145 വർഷം പഴക്കമുള്ള റെസല്യൂട്ട് ഡെസ്കാണ് 1880 വിക്ടോറിയ രാജ്ഞി മുൻ അമേരിക്കൻ പ്രസിഡന്റ് റദർഫോർഡ് ബി ഹെയ്സിന് സമ്മാനിച്ചതാണ് ഈ മേശ. ടെസ്ല മേധാവിയും വൈറ്റ് ഹൗസ് ഉപദേശകനുമായ ഇലോൺ മസ്കിന്റെ മകൻ മൂക്കു തുടയ്ക്കുന്നത് കണ്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഓവൽ ഓഫീസിലെ റെസല്യൂട്ട് ഡെസ്ക് ട്രംപ് താൽക്കാലികമായി മാറ്റി സ്ഥാപിച്ചത്. ട്രംപിന് മുമ്പ് അധികാരത്തിലിരുന്ന ജോ ബൈഡനും ബറാക് ഒബാമയും ഈ മേശ തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്. അമേരിക്കൻ ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ച പല ഉത്തരവുകളും ഈ മേശയിൽ വെച്ചാണ് ഒപ്പിട്ടതും. അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായാണ് മേശ മാറ്റിയതെന്നാണ് ഔദ്യോഗിക വിശദീകരണം. ഇലോൺ മസ്കിന്റെ മകൻ 4 വയസ്സുകാരനായ XAE-A12 വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസ് സന്ദർശിച്ചപ്പോൾ ട്രംപിനൊപ്പം ഇരിക്കുന്ന ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം പ്രചരിച്ചിരുന്നു. മസ്കിന്റെ ഇളയ മകൻ മൂക്കിൽ വിരൽ വയ്ക്കുന്നതും തുടയ്ക്കുന്നതുമെല്ലാം ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. മസ്കിന്റെ മകൻ ട്രംപ് ഇരിക്കുന്നതിന് സമീപമാണ് ഇരിക്കുന്നത്. മേശയ്ക്കടുത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇടയ്ക്ക് കുട്ടി മൂക്ക് തൊട്ട കൈ മേശയിൽ തുടയ്ക്കുന്നുമുണ്ട്. ഇതോടെ ജെർമോഫോബിയ, രോഗാണുക്കളോടുള്ള അമിത ഭയം ഉള്ള ട്രംപ് മേശ മാറ്റി എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ട്രംപിന് എല്ലായിടത്തും രോഗാണുക്കൾ നിറഞ്ഞിരിക്കുന്നു എന്നൊരു ഭയം ഉള്ള ജെർമോഫോബിയ എന്ന അസുഖം ഉണ്ട്. അങ്ങനെയുള്ളൊരു ആശങ്കയുള്ള വ്യക്തിയാണ് ട്രംപ്. ഇതിനാലാണ് മൂക്കു തുടച്ച മേശ മാറ്റിയതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്ത് വളരെ ശക്തിയായി വരുന്നത്. ജെർമോഫോബിയ ഉള്ളവർ അണുക്കളെക്കുറിച്ചും ശുചിത്വത്തെക്കുറിച്ചും തീവ്രമായ ഉത്കണ്ഠയുള്ളവരായിരിക്കും. ട്രംപ് ജെർമോഫോബിയ ബാധിതനാണെന്ന് നേരത്തെയും റിപ്പോർട്ടുകൾ വന്നിട്ടുമുണ്ട്. ട്രംപ് മാറ്റി സ്ഥാപിച്ച 145 വർഷം പഴക്കമുള്ള റെസല്യൂട്ട് ഡെസ്ക് 1880 വിക്ടോറിയ രാജ്ഞി പ്രസിഡന്റ് റദർഫോർഡ് ബി ഹെയ്സിനാണ് സമ്മാനിച്ചത്. ഓക്ക് തടികൾ കൊണ്ട് നിർമ്മിച്ച ഈ മേശ 1961 മുതൽ ജോൺ എഫ് കെന്നഡി, ജിമ്മി കാർട്ടർ, ബിൽ ക്ലിന്റൺ, ബറാക് ഒബാമ, ജോ ബൈഡൻ എന്നിവർ ഉൾപ്പെടെയുള്ള US പ്രസിഡന്റുമാർ എല്ലാവരും വൈറ്റ് ഹൗസിൽ ഉപയോഗിച്ചിരുന്നതാണ്. ജോർജിയൻ ശൈലിയിലുള്ള C&O ഡെസ്ക് വാൽനട്ട് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഗോൾഡൻ ഹാൻഡിലുകളും ഉണ്ട്. ഡെസ്കിന്റെ ചുരുക്കെഴുത്ത് ഒഹായോ റെയിൽവേയെ സൂചിപ്പിക്കുന്നതാണ്. കാരണം ഡെസ്ക് റെയിൽവേയുടെ ഉടമകളിൽ ഒരാൾക്ക് വേണ്ടി നിർമ്മിച്ചതാണ്. പിന്നീട് വൈറ്റ് ഹൗസിന് സംഭാവന നൽകുകയായിരുന്നു. ഓവൽ ഓഫീസിലെ ഏറ്റവും പ്രിയപ്പെട്ട ഡെസ്ക് ആണ് റെസല്യൂട്ട് ഡെസ്ക് എന്നറിയപ്പെടുന്ന C&O ഡെസ്ക്. കഴിഞ്ഞ ദിവസം ഇലോൺ മസ്ക് നേതൃത്വം നൽകുന്ന ഗവൺമെന്റ് എഫിഷ്യൻസി ഡിപ്പാർട്ട്മെന്റിന് DOGA ഇതിന് കൂടുതൽ അധികാരം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ട്രംപ് ഒപ്പിട്ടിരുന്നു. ഈ ചടങ്ങിലാണ് മസ്കിനൊപ്പം മകനും വൈറ്റ് ഹൗസിൽ എത്തിയത്. വലിയ തോതിലുള്ള ജീവനക്കാരുടെ വിന്യാസം വെട്ടിക്കുറച്ച് ഫെഡറൽ വർക്ക് ഫോഴ്സ് കുറയ്ക്കാൻ DOGEക്ക് അധികാരം നൽകുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിലാണ് ട്രംപ് ഒപ്പുവെച്ചിട്ടുള്ളത്. കൂടുതൽ ചരിത്ര വാർത്തകളുമായി വീണ്ടും വരാം. അതിനായി ചരിത്രഭൂമിക സബ്സ്ക്രൈബ് ചെയ്യൂ.